നാരായണ 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 രാമ 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 ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ഉല്ലംഘ്യസിന്ധോ സലിലം സലീലം യശോകവഹ്നിം ജനകാത്മജായാം ആദായ തേനൈവ ദദാഹലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവീ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യ. സർവത്ര രാമനാമസങ്കീർത്തനം. രാമ 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 ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ ശ്രീരാമഭക്തന്മാർക്കും നമസ്കാരം. വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ 375 ഭാഗം 375 ഭാഗം ആണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത്. 10ാമത്തെ സർഗം, സുന്ദരകാണ്ഡത്തിലെ 10ാമത്തെ സർഗമാണ്. രാവണനെയും മണ്ഡോദരിയെയും ഹനുമാൻ ദർശിക്കുന്ന ഭാഗം വർണ്ണിക്കുന്നു ഈ അധ്യായത്തിൽ. ഹനുമാനാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ സർഗത്തിൽ കണ്ടു, ഒരു വലിയ മഹാശാലയിൽ അനവധി രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട മറ്റുള്ള ആകർഷണമായിട്ടുള്ള അലങ്കാരങ്ങളുള്ള ഒരു വലിയൊരു മഹാശാല ദർശിക്കാനിട വന്നു. അത് മഹാശാലയുടെ ഉള്ളിൽ ആഞ്ജനേയസ്വാമി അങ്ങനെ നടന്നു നോക്കുകയായിരുന്നു. അപ്പോഴാണ് അനേകം സരണീരത്നങ്ങൾ, പല വിധത്തിലുള്ള നൃത്തങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷീണിച്ച് അവശരായിട്ട് കിടക്കുന്നതും ഉറങ്ങുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ആ മഹാശാല സന്ദർശിച്ചു കൊണ്ടുവന്നതിൻ്റെ കൂട്ടത്തിൽ ഓരോരോ വസ്തുക്കളെയും സശ്രദ്ധം നോക്കി കണ്ടു ഹനുമാൻ എന്ന് വർണ്ണിക്കുകയാണ്. ദിവ്യരത്നങ്ങൾ പതിച്ചതായിട്ടുള്ള ഉത്തമമായിട്ടുള്ള കട്ടിലുകൾ, അതിൽ കിടക്കുന്ന ആൾക്കാർ, രാക്ഷസന്മാർ, രാക്ഷസികളെ എല്ലാവരെയും കണ്ടുകൊണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന രാവണന് നടന്നുകൊണ്ടിരുന്ന ഹനുമാന് പെട്ടെന്നാണ് രാവണനെ കാണാൻ യോഗമുണ്ടായത്. പെട്ടെന്ന് ഞെട്ടിപ്പോയി ഹനുമാൻ എന്ന് പറയും ആ രൂപം കണ്ടിട്ട്. അങ്ങനെയുള്ള രാവണൻ്റെ അതിഭീകരനായിട്ടുള്ള വലിയ ശരീരമുള്ള രാവണനെ കാണലും കുറച്ച് കഴിഞ്ഞപ്പോൾ രാവണൻ്റെ പത്നിയായിട്ടുള്ള മണ്ഡോദരിയെ കാണലും ഒക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. മതാലസുകളായിട്ടുള്ള ധാരാളം സുന്ദരിമാർ മതമത്തരായി കിടന്നുറങ്ങുന്നതൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട്. മണ്ഡോദരിയുടെ സൗന്ദര്യം കണ്ടിട്ട് അത് തന്നെയായിരിക്കും സീതാദേവി എന്ന് സംശയിച്ചു ഹനുമാൻ എന്ന് പറയുന്നു. അത്ര സുന്ദരിയാണ് അത്ര മണ്ഡോദരി. ഏതായാലും നല്ലപോലെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ തൻ്റെ സീതാദേവി അല്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ ദുഃഖം തോന്നി ഹനുമാന്. എങ്കിലും രാവണന് മണ്ഡോദരിയെ കാണാൻ സാധിച്ചല്ലോ, ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഹനുമാൻ ഇരിക്കുന്നതൊക്കെ കാണാം. ഏതായാലും നമുക്ക് അധ്യായം ഒന്ന് പാരായണം ചെയ്യാം. അതിനുശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ വാൽമീകി രാമായണേ സുന്ദരകാണ്ഡേ ദശമസർഗ.
തത്ര ദിവ്യോപമം മുഖ്യം സ്ഫാടികം രത്നഭൂഷിതം അവേക്ഷമാണോ ഹനുമാൻ ദദർശസേനാസനം ദാന്തകാഞ്ചനചിത്രാംഗൈർവൈഡൂര്യൈശ്ച പരാസനൈ മഹാർഹാസ്തർണോപേതൈർ ഉപപന്നം മഹാധനൈः തസ്യ ചൈകതമേ ദേശേ സോഗ്ര്യ മാലാവിഭൂഷിതം ദദർശ പാണ്ഡരം ഛത്രം താരാധിപതിസംനിഭം ജാതരൂപപരിക്ഷിപ്തം ചിത്രഭാനുസമപ്രഭം അശോകമാലാവിതതം ദദർശ പരമാസനം വാളവ്യജന ഹസ്താഭിർബീജ്യമാനം സമന്തതാം ഗന്ധൈശ്ച വിവിധൈർജുഷ്ടം വരധൂപേന ധൂപിതം പരമാസ്തരണാസ്തീർണം ആവികാജിനസംവൃതം ദാമഭിർവരമാല്യാനാം സമന്താൽ ഉപശോഭിതം തസ്മിൻ ജീമോദസങ്കാശം പ്രദീപ്തോത്തമകുണ്ടലം ലോഹിതാക്ഷം മഹാബാഹും മഹാരജതമാസസം ലോഹിതേനാലിപ്താംഗം ചന്ദനേന സുഗന്ധിന സന്ധ്യാരക്തമിവാകാശേ തോയദം സദരിൽഗണം മൃതമാഭരണൈർദിവ്യൈ സ്വരൂപം കാമരൂപിണം സവൃക്ഷവനഗുൽമാഢ്യം പ്രസുപ്തമിവ മന്ദരം ക്രീഡിത്വോപരതം രാത്രൗ വരാഭരണഭൂഷിതം പ്രിയം രാക്ഷസാനാം സുഖാവഹം പീത്വാ പിബരതം ചാപി ദദർശ സ മഹാകപി ഭാസ്വരേ ശയനേ വീരം പ്രസുപ്തം രാക്ഷസാധിപം നിശ്വസന്തം യഥാനാഗം രാവണം വാനരക്ഷഭാം ആസാദ്യ പരമോദ്വിഗ്നാം സോപാസർപ്പൽ സുഭീതവൽ അഥാരോഹണമാസാദ്യ വേദികാന്തരമാശ്രിത ക്ഷീപം രാക്ഷസശാർദൂലം പ്രേക്ഷതേ സ്മ മഹാകപി ശിശുഭേ രാക്ഷസേന്ദ്രസ്യ സ്വപത ശയനോത്തമം ഗന്ധഹസ്തീനി സംവിഷ്ടേ യഥാ പ്രസ്രവണം മഹൽ കാഞ്ചനാംഗദനദ്ധൗ ച ദദർശ സ മഹാത്മന വിക്ഷിപ്തൗ രാക്ഷസേന്ദ്രസ്യ ഭുജാവിന്ദ്രധ്വജോപമൗ ഐരാവതവിഷാണാഗ്രൈർ ആപീഡനകൃതവൃണൗ വജ്രോല്ലിഖിതപീനാംസൗ വിഷ്ണുചക്രപരീക്ഷതൗ പീനൗ സമസുജാതാംസൗ സംഗതൗ ബലസംയുതൗ സുലക്ഷണനഖാങ്കുഷ്ടൗ സ്വങ്കുലീയകലക്ഷിതൗ സംഹതൗ പരിഖാകാരൗ വൃത്തൗ കരികരോപമൗ വിക്ഷിപ്തൗ ശയനേ ശുഭ്രേ പഞ്ചശീർഷാവിവോരഗൗ ശശക്ഷതജ കൽപ്പേന സുശീതേന സുഗന്ധിന ചന്ദനേന പരാർത്ഥേന സുനുലിപ്തൗ സലങ്കൃതൗ ഉത്തമശ്രീ വിമുദിതൗ ഗന്ധോത്തമനിഷേവിതൗ യക്ഷപന്നഗന്ധർവ ദേവദാനവദരാവിണൗ ദദർശ സ കപിസ്തസ്യ ബാഹൂ ശയനസംസ്ഥിതൗ മന്ദരസ്യ അന്തരേ സുപ്തൗ മഹാഹി രുഷിതാവിവ താഭ്യാം സപരിപൂർണാഭ്യാം ഭുജാഭ്യാം രാക്ഷസൈശ്വര ശിശുഭേ ജലസങ്കാശ ശൃംഗാഭ്യാമിവ മന്ദര ചൂതപുംനാഗസുരഭിർബഹുളോത്തമസംയുത മൃഷ്ടാന്നരസംയുക്ത പാനഗന്ധപുരസ്സരാം തസ്യ രാക്ഷസസിംഹസ്യ നിശ്ചക്രാമമഹാമുഖാൽ ശയാനസ്യ വിനിശ്വാസ പുരയന്യവ തൽഗൃഹം മുക്താമണിവിചിത്രേണ കാഞ്ചനേന വിരാജിതം മുകുടേനാപവൃത്തേന കുണ്ഡലോജ്വലിതാനനം രക്തചന്ദനദിഗ്ധേന തഥാ ഹാരേണ ശോഭിന പീനായുധവിശാലേന വക്ഷസാഭിവിരാജിതം പാണ്ഡരേണാവവിദ്ധേന ക്ഷൗമേണ ക്ഷതജേക്ഷണം മഹാർഹേണ സുസംവീതം പീതേനോത്തമവാസസാം മാഷരാശിപ്രതീകാശം നിശ്വസന്തം ഭുജംഗവൽ ഗാംഗേ മഹതിതോയാന്തേ പ്രസുപ്തമിവ കുഞ്ചരം ചതുർഭി കാഞ്ചനേരദീപൈർ ദീപ്യമാനചതുർദിശം പ്രകാശീകൃതസർവാംഗം മേഘം വിദ്യുൽഗണൈരിവ
പാദമൂലഗതാശാന്യ ജതശ്ച സുമഹാത്മന പത്നീ സപ്രിയഭാര്യസ്യാം തസ്യ രക്ഷപതേർഗൃഹേ ശശിപ്രകാശവദനാശ്ചാരുകുണ്ടലഭൂഷിതാം അമ്ലാനമാല്യാഭരണാം ദദർശ ഹരിയൂഥപാം നർത്തവാദിത്രകുശല രാക്ഷസേന്ദ്രഭുജാംഗഗ പരാഭരണധാരിണ്യോ നിഷണ്ണാ ദദർശേ ഹരി വജ്ര വൈഡൂര്യഗർഭാണി ശ്രവണാന്തേഷു യോഷിതാം ദദർശതാപ്താവനീയാനി കുണ്ടലാന്യംഗദാനി ചാം താസാം ചന്ദ്രോപമൈർവക്ത്രൈർ ശുഭൈർലളിതകുണ്ടലൈः വിരരാജവിമാനം തൻ നഭസ്താരാഗണൈരിവാം മദവ്യായാമഖിന്നാസ്താം രാക്ഷസേന്ദ്രസ്യ യോഷിതാം തേഷു അവകാശേഷു പ്രസുപ്താസ്തനുമധ്യമാം അംഗഹാരൈസ്തഥൈവാന്യാം കോമളൈർനൃത്തശാലിനീം വിന്യസ്യ ശുഭസർവാംഗീ പ്രസുപ്താവരവർണിനീം കാചിദ്വീണാം പരിഷ്വജ്യാം പ്രസുപ്താ സംപ്രകാശത്തെ മഹാനദീ പ്രകീർണയവ നളിനീ പോതമാശ്രിതാം അന്യാ കക്ഷകതേനൈവ മഡ്ഡുകേനാസിതേക്ഷണാം പ്രസുപ്താ ഭാമിനീ ഭാതി ബാലപുത്രേവ വത്സലാം പടഹം ചാരു സർവാംഗീ പീഡ്യ ശേതേ ശുഭസ്സനി ചിരസ്യ രമണം ലബ്ധ്വാ പരിഷ്വജ്യേവ ഭാമിനി കാചിദ്വംശം പരിഷ്വജ്യാം സുപ്താ കമലലോചന രഹപ്രിയതമം ഗൃഹ്യാം സകാമേവ ച കാമിനി വിഭഞ്ജീം പരിഗൃഹ്യാന്യ നിയതാ നൃത്തശാലിനി നിദ്രാവശമനുപ്രാപ്താം സഹ കാന്തേവ ഭാമിനി അന്യാ കനകസങ്കാശേർ മൃദുപീനേർമനോരമൈഃ മൃദംഗം പരിപീഡ്യാംഗൈ പ്രസുപ്ത മത്തലോചന ഭുജപാർശ്വാന്തരസ്ഥേന കക്ഷകേന കൃശോദരീ പണവേന സഹാനിന്ദ്യാം സുപ്ത മദകൃതശ്രമാം ഡിണ്ടിമം പരിഗൃഹ്യാന്യാം തഥൈവാസക്തഡിണ്ടിമാം പ്രസുപ്താ തരുണം വത്സം ഉപഗുഹ്യേവ ഭാമിനി കാചിദ് ആഡംബരം നാരി ഭുജസംയോഗപീഡിതം കൃത്വാ കമലപത്രാക്ഷി പ്രസുപ്താ മദമോഹിത കലശീം അപവിധ്യാന്യ പ്രസുപ്താ ഭാമിനി വസന്തേ പുഷ്പശബലാ മാലേവ പരിമാർജിത പാണിഭ്യാം ച കുജൗ കാജിൽ സുവർണകലശോപമഹു ഉപഗുഹ്യാബലാസുപ്താ നിദ്രാബലപരാജിതാം അന്യാ കമലപത്രാക്ഷി പൂർണേന്ദു സദശാനന അന്യാ മാലിംഗ്യ ശുശ്രോണീം പ്രസുപ്താ മദവിഹ്വലാം ആതോദ്യാനി വിചിത്രാണി പരിഷ്വജ്യാപരാശ്രയാം നിപീഡ്യ ച കുജൈ സുപ്ത കാമിന്യ കാമുകാനിവാം താസാമേകാന്തവിന്യസ്തേ ശയാനാം ശയനേ ശുഭേ ദദസ്സരൂപസമ്പന്നാം അപരാം സകപി സ്ത്രിയം മുക്താമണിസമായുക്തൈർഭൂഷണൈः സുവിഭൂഷിതാം വിഭൂഷയന്തീമിവ തൽ സ്വശ്രിയാ ഭവനോത്തമം ഗൗരീ കനകവർണാംഗീം ഇഷ്ടാം അന്തഃപുരേശ്വരീം കവിർമുണ്ടോദരീം തത്രാം ശയാനാം ചാരുരൂപിണീം സതാം ദൃഷ്ട്വാ മഹാബാഹുർഭൂഷിതാം മാരുതാത്മജാം തർക്കയാമാസ സീതേതി രൂപയൗവനസമ്പദാം ഹർഷേണ മഹതായുക്തോ നനന്ദഹരിയൂഥപാം ആസ്ഫോടയാമാസ ചുചുംബമുച്ഛം നനന്ദചക്രീഡജഗൗ ജഗാമാം സ്തംഭാനരോഹൻ നിവപാദഭൂമൗ നിദർശയൻ സ്വാം പ്രകൃതികവീനാം ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ചതുർവിംശതിസഹസ്രകായാം സംഹിതായാം സുന്ദരകാണ്ഡേ മണ്ഡോദരീദർശനം നാമ ദശമഃ സർഗഃ സർവത്ര രാമനാമസങ്കീർത്തനം രാമ 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 രാമ. അങ്ങനെ ഹനുമാൻ തൻ്റെ ഓരോരോ കാഴ്ചകളും കണ്ടുകൊണ്ട് രാവണൻ്റെ അന്തഃപുരത്തിൽ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് വളരെ സശ്രദ്ധം ശ്രദ്ധിച്ചുകൊണ്ട്
നടക്കുന്നതിനിടയിൽ ദിവ്യരത്നങ്ങൾ പതിച്ചതായിട്ടുള്ള ഉത്തമമായിട്ടുള്ള പളുങ്കിൻ്റെ ഒരു കട്ടിൽ കണ്ടു എന്നാണ്. അമൂല്യമായ മേത്തരം വിരിപ്പുകളൊക്കെ അതിനെ ആവരണം ചെയ്തിരിക്കുന്നു. ആനക്കൊമ്പ്, പൊന്ന് മുതലായിട്ടുള്ള കൊണ്ട് വിചിത്രമായിട്ടുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വൈഡൂര്യം മുതലായിട്ടുള്ള മഹാരത്നങ്ങൾ നിറയെ ശോഭ പരത്തുന്നു. ആ മണിമഞ്ചത്തിൻ്റെ ഒരു ഭാഗത്ത് മനോഹരമായിട്ടുള്ള മാലകളൊക്കെ അണിഞ്ഞുകൊണ്ട് പൂർണ്ണചന്ദ്രതുല്യമായ ഒരു വെൺകൊറ്റക്കുട ഞാൻ വെച്ചിരിക്കുന്നു. അത് കണ്ടു ഹനുമാൻ. എന്താണ് ഇവിടെ ഒരു കുടയൊക്കെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കുകയാണ് പ്രത്യേകം. തസ്യ ചൈകതമേ ദേശേ സൗഗ്ര്യമാലാവിഭൂഷിതം ദദർശ പാണ്ഡരം ഛത്രം താരാധിപതി സന്നിഭം. ഒരു ഭാഗത്തായിട്ട് ധാരാളം മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്, അണിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു വെൺകൊറ്റക്കുട അങ്ങനെ വെച്ചിട്ടുണ്ട്. ചുറ്റും കൂവളമാലകൾ ചാർത്തിയ കട്ടിലിൽ അഗ്നിപ്രഭ ഉള്ള തരം തങ്കങ്ങളൊക്കെ പതിച്ചിരിക്കുന്നു. പ്രത്യേക ഒരു പരിഗണനയുള്ള കട്ടിലാണ് അതെന്ന് മനസ്സിലായി ഹനുമാന്. നാലുപുറത്തും നിന്നും വീശുന്ന വെൺചാമരമെടുത്ത് വീശുന്ന സുന്ദരികളായിട്ട് സ്ത്രീകൾ, മന്ദം മന്ദം ഉയരുന്ന ധൂപങ്ങൾ നല്ല സുഗന്ധം പരത്തുന്നു. നല്ല ചർമ്മങ്ങൾ, ആടിൻ്റെ ചർമ്മങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിരിപ്പുകളും ഉത്തമമായിട്ടുള്ള പുഷ്പമാലകളും കൊണ്ട് ആ പള്ളിമഞ്ചം അലങ്കരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ ഹനുമാൻ മനസ്സിലായി ഏതോ ഒരു VIP-യുടെ പള്ളിമഞ്ചലാണ് ഇത് എന്ന് മനസ്സിലായി. ആരോ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാക്ഷസൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ടാകും എന്ന് ശ്രദ്ധയോട് നോക്കുകയാണ്. അപ്പോഴാണ് രാവണനെ കാണാനായിട്ട് ഇടവന്നത്. രാവണൻ്റെ കട്ടിലാണ് ഈ കണ്ടത്. മധുപാനം കഴിച്ചുകൊണ്ട് മയങ്ങിക്കൊണ്ട് കിടക്കുന്ന ലങ്കേശ്വരൻ. ആ ലങ്കേശ്വരനെയാണ് മഹാഭക്തനായിട്ടുള്ള ധീരനായിട്ടുള്ള ഹനുമാൻ കണ്ടത്. അങ്ങനെ രാവണ ദർശനം സാധിച്ചു ഹനുമാൻ എന്ന് പറയാണ്. രാവണൻ്റെ ഒരു വർണ്ണനയുണ്ട്. കാർമേഘ നിറമാർന്നവനാണ് അത്രയോ രാവണൻ. കാർമേഘത്തിൻ്റെ നിറമാണ്. കറുത്തുള്ള നിറത്തോടു കൂടിയ രാവണൻ. ആരക്തനേത്രനും, കണ്ണുകളൊക്കെ തന്നെ രക്തപങ്കിലമായിട്ടുള്ള കണ്ണുകൾ, മഹാബാഹു, വലിയ കൈകൾ, ഉജ്ജ്വലങ്ങളായിട്ടുള്ള മണികുണ്ടലങ്ങളൊക്കെ അണിഞ്ഞിരിക്കണു. പൊൻപട്ടൊക്കെയാണ് ഉടുത്തിട്ടാണ് കിടക്കുന്നത്. സുലഭിലമായിട്ടുള്ള രക്തചന്ദനം സർവാംഗം പൂശിയിട്ടുണ്ട്. ആകാശത്തിലെ സന്ധ്യാസമയത്ത് കാണുന്ന കാർമേഘങ്ങളുടെ കാന്തി ഉള്ളവനായിട്ട് ദിവ്യാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് കാമരൂപനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള മാമരങ്ങൾ പോലെയാണ് കിടക്കുന്നത്. കണ്ടാൽ വെട്ടിയിട്ട മരങ്ങളെ പോലെ, മന്ദരപർവ്വതം പോലെയൊക്കെ നിശ്ചലനായിട്ട് കിടക്കുന്നു ആ വലിയ ശരീരമുള്ള രാവണൻ. മികച്ച മെയ്യാഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. അസുരശ്രീ രത്നങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടവനാണ് രാവണൻ എന്ന് മനസ്സിലായി. അങ്ങനെ മധുപാനം നല്ലപോലെ മദ്യപിച്ച് മയങ്ങുന്നവനായിട്ടുള്ള രാവണനെ ആണ് ലങ്കേശ്വരൻ. ആ രാവണനെയാണ് രാമഭക്തനായിട്ടുള്ള ഹനുമാൻ കണ്ടത്. സർപ്പരാജാവിനെ പോലെ അല്ലെങ്കിൽ ഗജനാഥനെ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ആ രാവണനെ കണ്ടപ്പോൾ ഹനുമാൻ പോലും, ശ്രീരാമദൂതനായിട്ടുള്ള ഹനുമാൻ പോലും അല്പം ഒന്ന് ഭയപ്പെട്ടു പോകുമെന്ന് തോന്നുന്നു പറയണം. ഒന്ന് ഒരു കാല് പിന്നാക്കം വെച്ചു. ഇത് ആരാ കിടക്കണേന്നുള്ള ഭാവത്തിൽ ഒന്ന് ഞെട്ടി പിന്നോക്കം കാൽ വെച്ചു. എന്നിട്ട് പിന്നിലുള്ള കൽപ്പടവുകൾ കയറി രാക്ഷസവ്യാഘ്രനായിട്ടുള്ള രാവണനെ സശ്രദ്ധം നോക്കി എന്ന് പറയാം. ആരാണ് അതിൽ കിടക്കുന്നത്? മഹാബാഹുവാണല്ലോ, അത്ഭുത രൂപമുള്ള മഹാശക്തിമാനായിട്ടുള്ള ഒരാളാണല്ലോ, രാക്ഷസനാണല്ലോ കിടക്കുന്നത്. നല്ലപോലെ നോക്കി. അപ്പോഴാണ് ഇത് രാവണൻ തന്നെയാണ് എന്ന് ഹനുമാന് മനസ്സിലായത്. നോക്കൂ, വാൽമീകി ഭഗവാൻ രാമായണത്തിൽ രാവണനെ രംഗപ്രവേശം ചെയ്യിപ്പിച്ചത് ഒരു പ്രത്യേക അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കണം. ഗാഠനിദ്രയിൽ ആണ്ടുകിടക്കുകയാണ് ആ രാവണൻ. ആ ദേഹത്തിൽ അങ്ങനെ കിടക്കുന്ന അവസ്ഥയിലും വളരെ വീര്യത്തോടുകൂടി
എത്രമാത്രം വീര്യമുണ്ട് അദ്ദേഹത്തിന് എന്ന് മനസ്സിലാക്കുന്ന വിധത്തിലായിരുന്നു ആ കിടപ്പ്, ശരീരത്തിൻ്റെ അവസ്ഥ. ആഞ്ജനേയ സ്വാമിക്ക് പോലും അത്ഭുതം തോന്നി എന്ന് പറയാണ്. ഇത്തരം മഹാകായനാണോ രാവണൻ എന്ന് അത്ഭുതപ്പെട്ടു നോക്കി. മതം പൊട്ടിയൊലിക്കുന്ന ഒരാന കിടക്കുന്ന പോലെയാണത്രേ തോന്നിയത്. അങ്ങനെ ഉറങ്ങുന്ന ആ രാക്ഷസൻ്റെ പള്ളിമെത്ത അത്യധികം ശോഭിച്ചതായിട്ട് കണ്ടു ഹനുമാൻ. അത്ഭുതപ്പെട്ടു അത് കണ്ടിട്ട്. ശിശുഭേ രാക്ഷസേന്ദ്രസ്യ സ്വപത ശയനോത്തമം ഗന്ധഹസ്തീനി സംവിഷ്ടേ യഥാ പ്രസ്രവണം മഹൽ. ഈ രാവണൻ്റെ 2 കൈകളും ഇരുഭാഗത്തും നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഇന്ദ്രൻ്റെ ധ്വജം പോലെയാണ് അത്രേ അത് തോന്നിയത് ഹനുമാൻ. ഇന്ദ്രൻ്റെ കൊടിമരം കിടക്കുന്ന പോലെയുള്ള അത്ര വലുപ്പത്തിലുള്ള ബാഹുക്കൾ. ദേവന്മാരോട് ചെയ്ത ഘോര യുദ്ധത്തിൽ ഐരാവതത്തിനെയൊക്കെ കുത്തി അതിന് പരിക്കുണ്ടാക്കിയ കൈകൾ, അത്രയും കരുത്തുള്ള കൈകൾ. വജ്രായുധവും വിഷ്ണുചക്രവും തട്ടി അതിൻ്റെ ഫലമായിട്ട് കൈകളിലുണ്ടായിട്ടുള്ള ക്ഷതത്തിൻ്റെ പാടുകൾ കാണാം എന്ന് പറയണം. ആ ചുമലുകളിലൊക്കെ കാണാം, കൈകളിലും ചുമലുകളിലൊക്കെ. ഐരാവത വിഷാണാഗ്രൈ ആപീഡനകൃതവൃണവും വജ്രോല്ലിഖിത ബീനാംസവും വിഷ്ണുചക്ര പരീക്ഷതവും. വിഷ്ണുചക്രം തട്ടിയതിൻ്റെ ഫലമായിട്ട് വജ്രായുധം, ഇന്ദ്രൻ്റെ വജ്രായുധവും ഭഗവാൻ വിഷ്ണുവിൻ്റെ ചക്രമൊക്കെ തട്ടിയിട്ട് മുറിവ് പറ്റിയ ചുമലുകൾ കാണാം എന്നൊക്കെ പറയാണ്. കാളയുടെ കുഞ്ഞ പോലെ ഉയർന്ന നല്ല തോള്, ദേഹത്തിൻ്റെ വലുപ്പത്തിനും വണ്ണത്തിനൊക്കെ അനുസരിച്ച് നല്ല വലിപ്പമുള്ള കൈത്തലങ്ങൾ, തുമ്പിക്കൈ പോലെ ഉരുണ്ട ഉഗ്രമായിട്ട് സർപ്പത്തിനെ പോലെ നീണ്ടു നിവർന്ന് വെൺപട്ട് കിടക്കയിൽ കിടക്കുന്ന ആ കൈകളിലെ അങ്കുലികളും അങ്കുഷ്ടവും എല്ലാം ലക്ഷണമൊത്തതായിരുന്നു എന്ന് പറയുന്നു. മുയലിൻ്റെ രക്തത്തിന് തുല്യം ശീതളമായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള, സുഗന്ധപൂർണമായിട്ടുള്ള രക്തചന്ദനം ഭംഗിയിൽ പൂശിയ ആ കരങ്ങൾ അത് ഉത്തമരായിട്ടുള്ള സ്ത്രീകളാൽ തലോടുന്നു. സൗരഭ്യം വഹിക്കുന്ന ദേവന്മാർ, ഗന്ധർവന്മാർ, അസുരന്മാർ, യക്ഷന്മാർ, ഉരുകശ്രേഷ്ഠന്മാരൊക്കെ അവരെയൊക്കെ കരയിപ്പിച്ച കൈകളാണിത്. അതിൽ നിന്നും സൗരഭ്യം വഹിക്കുന്ന ആ കൈകൾ അത് തലോടി കൊടുക്കുന്നു രാക്ഷസ സ്ത്രീകൾ. ഉഗ്രസർപ്പങ്ങളെപ്പോലെ ചലനരഹിതമായിരിക്കുന്ന ആ ബാഹുക്കൾ ആ ആഞ്ജനേയനെ ഒന്ന് നോക്കി നിന്നു എന്ന് പറയണം. അത്ര വലിയ ഗംഭീരമായിട്ടുള്ള 2 കൈകളായിരുന്നു. നീണ്ടുരണ്ട് പരിഘസദൃശമായിട്ടുള്ള ഹസ്തങ്ങൾ, 2 ശിഖരങ്ങളോടുകൂടിയായിട്ടുള്ള മന്ദരഗി പർവ്വതം പോലെ തോന്നിയെന്നാണ് ഹനുമാന്. അതുപോലെ വൃക്ഷങ്ങളുടെയൊക്കെ പൊന്ന, മാവ്, ഇലഞ്ഞി മുതലായിട്ടുള്ള വൃക്ഷങ്ങളുടെയൊക്കെ പുഷ്പങ്ങളുടെയൊക്കെ ഗന്ധം, അതുപോലെ വിഭവസമൃദ്ധമായ മിഷ്ടാന്നമായ അന്നം ഭുജിച്ചതിൻ്റെ, മധുപാനം ചെയ്തതിൻ്റെയൊക്കെ സുഗന്ധം, ഇതെല്ലാം വന്നിരുന്നു രാവണൻ്റെ നിശ്വാസത്തിൽ നിന്ന്. ആ ഗന്ധം ആ രാവണൻ്റെ ശാല മുഴുവൻ, അന്തഃപുരശാല മുഴുവൻ നിറഞ്ഞിരുന്നു എന്ന് പറയാണ്. ആ അസുരകേസരിയുടെ അമൂല്യരത്നമായിട്ടുള്ള തങ്കക്കിരീടം അല്പമൊന്ന് അയഞ്ഞു കിടന്നിരുന്നു എന്ന് പറയുന്നു. മുഖത്തിൻ്റെ 2 ഭാഗത്തും ഓരോ ദീപം കത്തുന്നത് പോലെ ഉള്ള കുണ്ടലപ്രഭ, കുണ്ടലങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. ആ കുണ്ടലങ്ങളുടെ പ്രഭ പരക്കുന്നതായിട്ട് കാണാം. ആ പ്രഭ കൊണ്ട് തന്നെ ആ മുഖം വെട്ടിത്തിളങ്ങിയിരുന്നു. തൂമുത്തുമാലകളാലും രക്തചന്ദനത്താലും അത്യധികം ശോഭയാർന്നിരുന്നു രാവണൻ്റെ വിശാലമായ വക്ഷസ്സുകൾ. രക്തചന്ദനദിഗ്ധേന തഥാ ഹാരേണ ശോഭിന
പീനായുധ വിശാലേന വക്ഷസാഭിവിരാജിതം. മാറിടമൊക്കെ വിശാലമായ വക്ഷസ് അത്യധികം ശോഭയോടുകൂടി വിരാജിച്ചുകൊണ്ടിരുന്നു. മുത്തുമാലകളും രക്തചന്ദനമൊക്കെ പുരട്ടി ആ വിശാല വക്ഷസ് അത്യധികം ശോഭയോടുകൂടി വിരാജിച്ചിരുന്നു എന്ന് പറയണം. ധവളവർണ്ണമായിട്ടുള്ള തോൽപ്പട്ട, മികച്ച തൂമഞ്ഞപ്പട്ട് ചോലയൊക്കെ എടുത്തുകൊണ്ട് സുഖസുഷുപ്തിയിലാണ് കിടക്കുന്ന ആ രക്തവർണ്ണ നേത്രൻ. ഉഗ്രസർപ്പം പോലെ നിശ്വസിക്കുന്ന ആ രാക്ഷസൻ വിശാലമായിട്ടുള്ള ഗംഗയിലെ കയത്തിൽ കിടക്കുന്ന ഗജേന്ദ്രനെ പോലെ വിളങ്ങി എന്നൊക്കെ പറയാണ്, ഉപമിച്ചു പറയണ മഹാകവി. കനകവിളക്കുകൾ 4 ഭാഗത്തും ഒരുപോലെ വെളിച്ചം പരത്തി ജ്വലിക്കുന്നതുകൊണ്ട് സർവാംഗവും സുസ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കും. കാർമുകിൽ പോലെയുള്ള മാലയ്ക്ക് ചുറ്റും ഇടിമിന്നൽ പ്രകാശിക്കുന്ന പോലെയാണ് ആ കാഴ്ച ഹനുമാന് തോന്നിയത്. അന്തഃപുരത്തിലെ രാക്ഷസേശ്വരൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് പാദങ്ങളുടെ ഭാഗത്തൊക്കെ ആയിട്ട് പ്രിയ പത്നിമാരൊക്കെ കിടക്കുന്നുണ്ട്. ഒന്നാന്തരം കർണാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടും പൂർണ്ണ ചന്ദ്രമുഖികളായിട്ടുള്ള ആ സ്ത്രീകൾ മാലിക പൂമാല ധരിച്ചവരുമായിട്ടുള്ള സുന്ദരീരത്നങ്ങളെ ഹനുമാൻ കണ്ടു എന്ന് പറയുകയാണ്. ശശിപ്രകാശവദന ചാരുകുണ്ടലഭൂഷിത അമ്ലാന മാല്യാഭരണ ദദർശ ഹരിയുധപാം. ചന്ദ്രൻ്റെ പ്രകാശം പോലെ സുന്ദരമായിട്ടുള്ള വദനങ്ങളുള്ള ചാരുകുണ്ടലങ്ങളെല്ലാം അണിഞ്ഞിട്ടുള്ള വിശേഷമായിട്ടുള്ള മാലകൾ ധരിച്ചിട്ടുള്ള സുന്ദരികളായിട്ടുള്ള രാവണപത്നിമാരെ ഹരിയൂഥപനായിട്ടുള്ള ഹനുമാൻ കണ്ടു എന്ന് പറയാണ്. അവർ നൃത്തങ്ങളും വാദ്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം സർവാഭരണ വിഭൂഷികളായിട്ട് രാക്ഷസ പെൺകൊടികൾ അവരെ ലങ്കാധിപൻ്റെ ചുറ്റുമായിട്ട് കിടന്നുറങ്ങുകയാണ്. രാവണൻ്റെ മടിയിലും മറ്റു സമീപത്തൊക്കെ ചേർന്ന് കിടക്കുകയാണ് അവരെല്ലാവരും. വൈഡൂര്യം, വജ്രം എന്നീ രത്നങ്ങൾ പതിച്ച തങ്കകുണ്ടലങ്ങൾ, അതുപോലെയുള്ള തോൾവളകൾ എല്ലാം ധരിച്ചുകൊണ്ടുള്ള ആ സുന്ദരികൾ അവരുടെ ചന്ദ്രസദൃശമായിട്ടുള്ള മുഖങ്ങൾ കർണാഭരണങ്ങളെ കൊണ്ട് പൂർവാധികം തിളങ്ങി എന്ന് വർണ്ണിക്കുന്നു. സുന്ദരിയായിട്ടുള്ള ആ അസുര തരുണികൾ മതവ്യായാമ വിവശരായി അതാതിടങ്ങൾ വീണ് കിടന്നുറങ്ങുകയാണ്. തലേദിവസം രാത്രി അവരുടെ നൃത്തങ്ങളെ കൊണ്ടും ഗീതങ്ങളെ കൊണ്ടൊക്കെ അവർ ക്ഷീണിച്ച് അവശരായിട്ട് അങ്ങനെ കിടന്നുറങ്ങുന്നു. ആ കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് ഹനുമാൻ കണ്ടത്. മതവ്യായാം അഖിന്നാസ്താം രാക്ഷസേന്ദ്രസ്യ യോഷിതാം തേഷു അവകാശേഷു പ്രസുപ്താസ്തനുമധ്യമാ. മതവ്യായാമം കൊണ്ട് എന്ന് പറഞ്ഞാൽ വ്യായാമം ചെയ്ത് നൃത്തമൊക്കെ ചെയ്തുകൊണ്ടും പലതരം അഭ്യാസങ്ങളൊക്കെ ചെയ്തുകൊണ്ടും ശരീരത്തിന് ക്ഷീണം സംഭവിച്ചിട്ടുള്ള സ്ത്രീകൾ രാക്ഷസേന്ദ്രസ്യ യോഷിത, രാക്ഷസേന്ദ്രൻ്റെ പത്നിമാരായിട്ടുള്ള സ്ത്രീകൾ അവിടെ പല സ്ഥലത്തും കിടക്കുന്നതായിട്ട് കണ്ടു ഹനുമാൻ. ഇടങ്ങളിൽ വീണ് കിടന്നുറങ്ങുന്നു. മൃദുലങ്ങളായിട്ടുള്ള അംഗങ്ങളാണ് അവരുടെ നൃത്തകാരികളായിട്ടുള്ള ആ സുന്ദരികൾക്ക്. അതിൽ ഒരു സ്ത്രീയുടെ രൂപം പറയാണ്. കണ്ണും കരളും കവരത്തക്ക വിധത്തിലുള്ള അഭിനയകല വിന്യസിച്ച മട്ടിൽ എല്ലാ അവയവങ്ങളും വെച്ച് കിടക്കുന്നതായിട്ട് കാണാം. പരിശുദ്ധ പ്രവാഹത്തോടു കൂടിയിട്ട് നദിയിൽ ഒലിച്ചു വരുന്നൊരു താമരപ്പൂ പോലെ ഒരു തോണിയിൽ, ആ താമരപ്പൂ തോണിയിൽ അണിഞ്ഞതുപോലെ ഒരു സ്ത്രീ വീണയെയും ആലിംഗനം ചെയ്ത് കിടക്കുന്നത് കണ്ടു. താൻ ഉപയോഗിച്ച് വീണയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നു. തൻ്റെ കുട്ടിയെ ഓമനപുത്രനെ താരാട്ടുപാടി താലോലിച്ചുകൊണ്ട് ഉറങ്ങിക്കിടത്തിയ പോലെ വേറെ സ്ഥലത്ത് ഒരു തന്വി, ഒരു സുന്ദരി സ്ത്രീ കിടക്കുന്നതായിട്ട് കണ്ടു. വളരെ പീനമായിട്ടുള്ള സ്ഥലങ്ങളുള്ള ഒരു സുന്ദരി ചെണ്ടയിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നതും ഭർത്താവിനെ ആലിംഗനം ചെയ്തതുപോലെയാണ് അത്രേ.
ചെണ്ടയെ ആലിംഗനം ചെയ്ത് കിടക്കുന്നു. വേറൊരു സ്ത്രീ, കാമപീഡിതയായിട്ടുള്ള വേറൊരു സ്ത്രീ രഹസ്യ സങ്കേതത്തിൽ വെച്ച് തൻ്റെ കാമുകനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഓടക്കുഴലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. നൃത്ത ഗീതോപകരണങ്ങളെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടും ആലിംഗനം ചെയ്തുകൊണ്ടൊക്കെ കിടക്കുന്ന സുന്ദരികളായിട്ട് സ്ത്രീകളുടെ വർണ്ണനയാണ്. മറ്റൊരു നർത്തകിയാണെങ്കിലോ വീണയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, ഓടക്കുഴൽ അതിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. മദാലസയായിട്ടുള്ള വേറൊരു സ്ത്രീ തടിച്ചു കൊടുത്ത തൻ്റെ കൈകളെ കൊണ്ട് മൃദംഗത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു എന്ന് പറയും. മൃദംഗത്തെ അമർത്തിയാണ് നിദ്ര ചെയ്യുന്നത്. വിവശയായിട്ടുള്ള വേറൊരു സ്ത്രീ കൈ വാരികളുടെ ഇടയിൽ മദ്ദളം വെച്ചുകൊണ്ട് കിടന്നുറങ്ങണം. എല്ലാ വാദ്യോപകരണങ്ങളും ആ സ്ത്രീകളുടെ കയ്യിലുണ്ട് എന്നർത്ഥം. ഡിണ്ടിമ വാദ്യക്കാരിയായിട്ടുള്ള ഒരുവൾ അതേപോലെ കിടക്കുന്നത് ഡിണ്ടിതം എന്നുള്ള ഉപകരണത്തെ കെട്ടിപ്പിടിച്ചാണെന്ന് മാത്രം. മതം കൊണ്ട് മതിമറന്നൊരു സ്ത്രീ ഭേരിയെ 2 കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് മാറിൽ അമർത്തി കിടക്കുന്നു. ആ ഭേരി എന്നുള്ള ഉപകരണം കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നു എന്നർത്ഥം. വസന്തകാലത്തിലെ വിചിത്ര പുഷ്പവിരചിതമായിട്ടുള്ളൊരു മാലയിലെ വെള്ളം തളിച്ചതുപോലെയാണ് ഒരു അങ്കനാരത്നം കുടം ചലിച്ച് ഉറങ്ങുന്നത് എന്നൊക്കെ വർണ്ണിക്കുകയാണ്. സുകുമാരമായിട്ടുള്ള ശരീരമുള്ള സ്ത്രീകൾ പൊൻകുടങ്ങൾ പോലെയുള്ള കൊങ്കകളെല്ലാം 2 കൈപ്പത്തി കൊണ്ടും സ്വയം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഗാഠനിദ്രയിൽ കിടക്കുന്നതായിട്ടും കണ്ടു. താമരപ്പൂ പോലെ വിശാല നേത്രമുള്ള ഒരുവൾ തൻ്റെ യൗവനപ്രായത്തിൻ്റെ പുളപ്പ് കൊണ്ട് മതവിവശയായിത്തീർന്ന ഒരുവളെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് എന്നൊക്കെ വർണ്ണിക്കുന്നു. ഇങ്ങനെ പലതരത്തിലും കാമവിവശകളായിട്ടുള്ള മുഗ്ധകൾ കാമുകന്മാരെ എന്ന പോലെ നാനാവാദ്യ വസ്തുക്കളിലൊക്കെ എല്ലാം കുജങ്ങൾ അമർത്തി വെച്ചുകൊണ്ട് ബോധം അറ്റുറങ്ങുന്നത് കണ്ടു ആഞ്ജനേയൻ എന്ന് പറയാം. ആഞ്ജനേയസ്വാമി എന്നെല്ലാം വർണ്ണിക്കുകയാണ് ഇവിടെ. ആദോദ്യാനി വിചിത്രാണി പരിഷ്വജ്യാപരാശ്രയ നിപീഡ്യത കുജൈ സുപ്ത കാമിന്യ കാമുകാനിവ. കാമിനികളെ തൻ്റെ കാമുകന്മാരെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന പോലെ നാനാവാദ്യവസ്തുക്കളിൽ മൃദംഗം, പണവം, വീണ മുതലായിട്ടുള്ള മദ്ദളം മുതലായിട്ടുള്ള വാദ്യവസ്തുക്കളിലൊക്കെ കുജങ്ങൾ അമർത്തി വെച്ചുകൊണ്ട് ബോധമറ്റ് കിടന്നുറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അതിനിടയിൽ മണ്ഡോദരിയെ കാണാൻ ഇടവന്നു ഹനുമാൻ എന്ന് പറയാം. ഒരു സുന്ദരിയായ സ്ത്രീയെ ഈ എല്ലാ വനിതകളുടെയും മധ്യത്തിലായിട്ട് ഒന്നാന്തരം ഒരു പള്ളിമഞ്ചത്തിൽ ഒറ്റയ്ക്ക് ഒരു കാമിനിമണി ശയിക്കുന്നത് പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു ആഞ്ജനേയസ്വാമിയുടെ. ഹനുമാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആരാണ് ഈ സ്ത്രീ? നവരത്നങ്ങൾ പതിച്ചിട്ടുള്ള ആഭരണജാലങ്ങൾ അണിഞ്ഞിരിക്കുന്നു. സ്വന്തം കാഞ്ചി കൊണ്ട് ആ വിമാനശാലയെ തന്നെ അഴകുറ്റതാക്കി തീർത്തിരിക്കുന്നു. കുങ്കുമ നിറമുള്ള കനക ശരീരം ആ സുന്ദരി രത്നത്തെ പ്രത്യേകം ശ്രദ്ധിച്ചു. നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ സുന്ദരി രത്നം രാവണൻ്റെ പത്നിയായിട്ടുള്ള മണ്ഡോദരിയാണ്. അത്ര സൗന്ദര്യമാണ് മണ്ഡോദരിക്ക് എന്ന് വർണ്ണിക്കുകയാണ്. അസുര ചക്രവർത്തിനിയായിട്ടുള്ള മണ്ഡോദരി ഒറ്റയ്ക്ക് അവിടെ കിടക്കുന്നു. അതുല്യ രൂപസൗഭാഗ്യമുള്ള മണ്ഡോദരിയെ കണ്ടപ്പോൾ ഹനുമാൻ്റെ ഹൃദയം മന്ത്രിച്ചു എന്ന് പറയാണ്. എന്താ ഹനുമാൻ്റെ ഹൃദയത്തിൽ തോന്നിയെന്നാണ്, ഇത് സാക്ഷാൽ സീതാദേവി തന്നെയായിരിക്കും എന്ന്. അത്ര സൗന്ദര്യവതിയായിരുന്നു. സദാം ദൃഷ്ട്വാ മഹാബാഹുർഭൂഷിതാം മാരുതാത്മജാം തർക്കയാമാസ സീതേതി രൂപ യൗവന സമ്പദ. രൂപത്തിലും ആ യൗവന പ്രായത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് സീതാദേവി തന്നെയായിരിക്കുമെന്ന് ഹനുമാൻ സംശയിച്ചു എന്നാണ്. ഹർഷേണ മഹതായുക്തോ നനന്ദ ഹരിയുധപാം. ഒരു ഉത്തമ സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ട എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്നവളാണ് ഈ മണ്ഡോദരി. മാരുതി സ്വന്തം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ജാനകി ദേവിയുടെ ദിവ്യമായിട്ട് രൂപം ആണ് തോന്നിയത്, കണ്ണിന് മുന്നിൽ പ്രത്യക്ഷമായി എന്നോർത്തപ്പോൾ
അടക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആനന്ദം ഉണ്ടായി ഹനുമാന്. തനിക്ക് കാണാൻ സാധിച്ചുവല്ലോ സീതാദേവിയെ, താൻ കണ്ടുപിടിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിൽ ആനന്ദം അലയടിച്ചു. സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കൃത്യങ്ങൾ പലതും ചെയ്തതിൻ്റെ ഫലമൊന്നിച്ച് രൂപം പൂണ്ട് മുന്നിൽ കാണുന്ന പോലെ ഹനുമാന് തോന്നി. താൻ അത്യധികമായിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്തിട്ടാണല്ലോ ഇവിടെ എത്തിയത്. സാധാരണക്കാർക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത്തരം കൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഫലം ഇതാ കിട്ടിക്കഴിഞ്ഞു, തനിക്ക് സീതാദേവിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം കൊണ്ട് ഹനുമാൻ സന്തോഷിച്ചു എന്ന് പറയാണ്. തൻ്റെ ആഗ്രഹം സിദ്ധിച്ചു എന്ന് വന്നപ്പോൾ അഭൂതപൂർവമായിട്ടൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അത് ആർക്കായാലും ഉണ്ടാവുമല്ലോ. ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംതൃപ്തി, സന്തോഷം. പക്ഷേ അത് അല്പനേരത്തേക്ക് ഉണ്ടായുള്ളൂ എന്ന് പറയാണ്. അല്പനേരത്തേക്ക് വിഭ്രാന്തനാക്കുക കൂടി ചെയ്തു. അല്ലാതെ വിഭ്രാന്തിയോടുകൂടി നോക്കി നിന്നു സീതാദേവിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ശ്രീരാമദൂതൻ ആഞ്ജനേയൻ സന്തോഷം കൊണ്ട് തൻ്റെ വാലിൽ പിടിച്ചൊന്ന് ചുംബിച്ചു അത്രേ. നെടിയ വാല പിടിച്ചൊന്ന് ചുംബിച്ചു. മാത്രമല്ല ദേവിയുടെ ഭംഗി കണ്ട് ദേവിയെ കണ്ടുപിടിച്ചു എന്നുള്ള സന്തോഷത്തോടുകൂടി ഹൃദയംഗമമായി ആനന്ദിച്ചു. ആടുവാനും പാടുവാനൊക്കെ തുടങ്ങി, കയ്യോട്ടി ആടാൻ തുടങ്ങി, പാടാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി, തൂണുകളിൽ കുതിച്ചു കയറിക്കൊണ്ട് പെട്ടെന്ന് നിലത്തേക്ക് ചാടി എന്നൊക്കെ പറയാണ്. സീതാദേവിയാണ് വിചാരിച്ചുകൊണ്ട് ആഞ്ജനേയസ്വാമി, മണ്ഡോദരിയെ കണ്ട് തെറ്റിദ്ധരിച്ച ആഞ്ജനേയസ്വാമി വളരെ സന്തോഷത്തോടുകൂടി ആടിപ്പാടിക്കൊണ്ട് ആനന്ദം സ്വയം ആസ്വദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അടുത്ത ഈ സർഗം സമർപ്പിക്കുന്നത്. 10ാമത്തെ സർഗം. പിന്നെ 11ാമത്തെ സർഗത്തിൽ വീണ്ടും പാനഭൂമി ആണ് ഉണ്ടായിരുന്നത്. ധാരാളം സ്ത്രീകളെ രത്നങ്ങൾ വെച്ച് തൊടവളകൾ, മുത്തുമാലകൾ അടങ്ങിയിട്ടുള്ള ആ സ്ത്രീകൾ പൂവിരിച്ച തറയിൽ പാനം ചെയ്തുകൊണ്ട് വിവിധമായ മദ്യങ്ങളൊക്കെ സേവിച്ചുകൊണ്ടൊക്കെ കിടക്കുന്നൊരവസ്ഥയൊക്കെയാണ് കണ്ടത്. ഇത് യഥാർത്ഥമായിട്ടുള്ള സീതാദേവി അല്ല എന്നുള്ള കാര്യമൊക്കെ അപ്പോഴാണ് ആഞ്ജനേയസ്വാമിക്ക് അത് വ്യക്തമായത് എന്നർത്ഥം. ഏതായാലും ഇത്തരം സ്ഥലങ്ങളിൽ സന്ദർശിക്കേണ്ടി വന്നു എന്നുള്ളത് ഇന്ദ്രിയങ്ങൾക്കൊക്കെ നാശം വരുത്തുന്നതാണല്ലോ. നല്ലതിലേക്ക് മാത്രമല്ലേ ചിന്ത വരാൻ പാടുള്ളൂ. ചീത്തയിലേക്ക് ഇന്ദ്രിയങ്ങളെ ചാടിക്കുന്ന മനസ്സ് ഒരിക്കലും നല്ലതല്ല എന്ന് ആഞ്ജനേയസ്വാമിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ സീതാദേവിയെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്ഥലത്തല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ, സ്ത്രീകളുടെ ഇടയിലല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഏത് ജീവിയായാലും ശരി അതേ വർഗത്തിൽ തന്നെ പരതണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ വന്ന് അന്വേഷിച്ചതെന്ന് സമാധാനിച്ചു. അതുകൊണ്ടാണ് രാവണൻ്റെ അന്തഃപുരത്തിലെല്ലാം ഞാൻ തിരഞ്ഞത്. അതിലെനിക്ക് അല്പം പോലും ദോഷചിന്ത ഉണ്ടായിട്ടില്ല എന്ന് ചിന്തിച്ചു എന്ന് ഉറപ്പിച്ചു ആഞ്ജനേയസ്വാമി. സ്വയം സമാധാനിച്ചു എന്നർത്ഥം. പക്ഷേ ഇത്രയായിട്ടും എനിക്ക് യഥാർത്ഥമായിട്ട് സീതാദേവിയെ കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി. ദേവന്മാർ, ഗന്ധർവന്മാർ, നാഗന്മാർ അവരുടെയൊക്കെ പെൺകൊടികളെ ഹനുമാൻ രാവണാലയത്തിൽ കാണുകയുണ്ടായി. പക്ഷേ ജാനകീദേവിയെ മാത്രം കണ്ടില്ല. ഉത്തമരായിട്ടുള്ള സൗന്ദര്യമുള്ള അനേകം സ്ത്രീകൾ ആഞ്ജനേയരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. പക്ഷേ ശ്രീരാമ സഹധർമ്മിണിയെ മാത്രം കാണാനായിട്ട് സാധിച്ചില്ല. അവിടെ നിന്ന് പിന്മാറി മറ്റുള്ള സ്ഥലങ്ങളെ അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ആ പാനഭൂമിയൊക്കെ വിട്ട് തുടർന്ന് അന്വേഷണം നടത്തുവാൻ തീരുമാനിച്ചു ആഞ്ജനേയൻ എന്ന് പറയുന്നത്. അടുത്ത സ്വർഗത്തിലാണ് ഇതെല്ലാം വർണ്ണിക്കുന്നത്. ഏതായാലും ഇതുവരെ സീതാദേവിയെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള ദുഃഖത്തോടുകൂടി ഹനുമാൻ അന്വേഷണം തുടരുകയാണ്.
എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ